കൂട്ടുകാരെ, നമുക്കിനി രണ്ടാമത്തെ ചിത്രം എടുക്കാം. ഇവിടെയും എ ബി സി എന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒ ബി സി എന്ന മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എ ബി സി ഇതാണ്. ട്രയാങ്കിൾ ഒ ബി സി, ഒയും ബിയും ജോയിൻ ചെയ്താൽ നമുക്കിവിടെ ഒ ബി സി എന്നൊരു ട്രയാങ്കിൾ ഇവിടെ കിട്ടും. ഈ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിളുകളും കണക്കാക്കണം, നമ്മൾ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾ. അപ്പോൾ ഈ ചിത്രം ഞാനിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ചോദ്യം മാറ്റി വെക്കാം. നോക്കൂ, ഇവിടെ 40 എന്ന ഒരു ആംഗിളും 30 എന്ന മറ്റൊരു ആംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കാം. ഒ എ സി എന്ന ഈ ട്രയാങ്കിൾ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഞാനതൊന്ന് ഷെയ്ഡ് ചെയ്യാം. നോക്കൂ, ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ, ഈ ഒ എ എന്ന സൈഡും ഇവിടെയുള്ള ഒ സി എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം ഒ എയും ഒ സിയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, റേഡിയൈകളാണ് അഥവാ ആരങ്ങളാണ്. അതുകൊണ്ട് ഒ എയും ഒ സിയും ഈക്വൽ ആയതിനാൽ ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതിന്റെ പേരാണ് ഐസോസെലസ് അഥവാ സമപാർശ്വ ത്രികോണം. ഒരു ഐസോസെലസ് ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ, എങ്കിൽ അതിലെ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഏതെല്ലാം ആയിരിക്കും ആ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ? നോക്കൂ, ഇവിടെ ഈ സൈഡുമാണ് ഈക്വൽ എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയ ആംഗിളുകൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഒ എ എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇവിടെയുള്ള ഈ ആംഗിൾ, ഈ ചെറിയ ആംഗിൾ. അതുപോലെ ഒ സി എന്ന ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ 40 എന്ന ആംഗിൾ. അപ്പോൾ ഇവിടെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിളും 40 ആയിരിക്കും. ഇക്കാര്യം നമുക്കൊന്നുകൂടെ എഴുതി വെക്കാം. ആദ്യം നമുക്ക് ഒ എ സി എന്ന ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, എഴുതി വെക്കാം. നോക്കൂ, ഹിയർ ട്രയാങ്കിൾ ഒ എ സി ഈസ് ഐസോസെലസ്. ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം ഒ എ ഈസിക്കൽ ഒ സി, ഒ എ എന്ന സൈഡും ഒ സി എന്ന സൈഡും ഈക്വൽ ആണ്. എങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിൾ മെഷർ തന്നെയായിരിക്കും ഇവിടെയും. നോക്കൂ, ഇവിടെയും 40 തന്നെയാണ് ഉള്ളത്. അത് എഴുതി വെക്കാം. ആംഗിൾ ഒ എ സി, ഈ ആംഗിൾ ആണ് ഒ എ സി എന്ന ആംഗിൾ. ഇത് ഒ സി എ, ഇത് ഒ സി എ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഇതിന്റെ മെഷർ 40 ആണെങ്കിൽ ഇതിന്റെ മെഷറും 40 തന്നെ, കണ്ടോ? അപ്പോൾ ഇവിടെയും 40 തന്നെ നമ്മൾ എഴുതി. ഇത് നോക്കൂ, ഈ പിങ്ക് ട്രയാങ്കിളിലെ രണ്ട് ആംഗിളുകൾ അറിയാം എങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ടോട്ടൽ ആംഗിൾ മെഷർ 3 ആംഗിളിന്റെ സമ്മ് 180 ആണ്. എങ്കിൽ 180 രണ്ട് 40 ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ ആംഗിൾ കിട്ടും. ആംഗിൾ എ ഒ സി എന്ന ഈ ആംഗിളിന് മെഷർ കിട്ടാൻ 180 മൈനസ് 40 പ്ലസ് 40 ഡിഗ്രി ഈസിക്കൽ ടു 180 മൈനസ് 80 ഈസിക്കൽ 100. അപ്പോൾ നമുക്കിവിടെ 100 കിട്ടി. എന്താണ് ഈ ആംഗിളിന്റെ പ്രത്യേകത? നോക്കൂ, ഈ ആംഗിൾ 100 ആണ്. അതിന്റെ പ്രത്യേകത അത് സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ്. ഈ സർക്കിളിന്റെ സെൻട്രലാണ് ആ ആംഗിൾ ഉള്ളത്. എ സി എന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ കിട്ടി. ഇനി ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സെൻട്രൽ ആംഗിളും ഇവിടെയുള്ള ഈ ആംഗിൾ എവിടെയാണ് കിടക്കുന്നത്? അത് എ ബി സി എന്ന ഈ ബിഗ് ആർക്കിലാണ് കിടക്കുന്നത്. എ സി എന്നുള്ള ആർക്ക് ചെറിയ ആർക്കാണ്, ചെറിയ ചാപമാണ്. ഇതിന്റെ മറുവശത്ത് കിടക്കുന്ന ആർക്കാണ് ആർക്ക് എ ബി സി. ഇതിന്റെ പേരാണ് ആൾട്ടർനേറ്റ് ആർക്ക്. എ സിനെ ആർക്ക് എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ മറുവശത്ത് കിടക്കുന്ന ഈ ആർക്കെ നമ്മൾ ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് വിളിക്കുക. അതിലെ ആംഗിൾ ആണ് ഇത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതും ഈ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ തമ്മിൽ വളരെ അടുത്ത റിലേഷൻ ഉണ്ട്. എന്താണത്? ഇവിടെ സെൻട്രൽ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുക. അതായത് ഒരു ചാപത്തിന്റെ മറുചാപത്തിൽ ഒരു ആംഗിൾ കിടക്കുകയാണെങ്കിൽ അതിന്റെ മെഷർ എപ്പോഴും കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും, ഇവിടെ പകുതിയായിരിക്കും. അപ്പൊ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും അതിന്റെ ഹാഫ്. നോക്കൂ, കണ്ടോ, 50 ആണ്. നമുക്ക് എഴുതി വെക്കാം. ആംഗിൾ എ ബി സി എന്ന ഈ ആംഗിൾ കിട്ടാൻ ഹാഫ് ഓഫ് 100 ഹാഫ് എടുത്താൽ മതി, അതായത് 50 കിട്ടി. അത് കാര്യം എഴുതി വെക്കാം. ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടിയ ഈ 50 എന്താണ്? സെൻട്രൽ ആംഗിൾ ഹാഫ് ആണ്.
ഇത് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ഒയും ബിയും ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ കിട്ടി, ഇവിടെയും ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ രണ്ട് ട്രയാങ്കിൾ പ്രത്യേകത നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നോക്കൂ, ഞാൻ ഇതിന് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തു. ഇതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇവിടെ ഒ ബി എന്ന ഈ സൈഡും ഒ സി എന്ന സൈഡും ഈ സർക്കിളിന്റെ റേഡിയസ് ആരങ്ങളായതുകൊണ്ട് ഇവ രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ഒ ബി സി, നമുക്ക് ഗ്രീൻ കളറിലെ ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. കാരണം ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30ക്ക് ഈക്വൽ ആയിരിക്കും, ഇവിടെയുള്ള ഈ ആംഗിൾ ആയിരിക്കും. ഇത് ടോട്ടൽ 50 ആണ്. ഇവിടെ 30 ആണെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗം മാത്രം 30 ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അതിന് കാരണം ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നോക്കൂ, ഒ സി ബി എന്ന ആംഗിൾ, ഒ സി ബി എന്ന ഈ ആംഗിളും അതുപോലെ ഒ ബി സി എന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അതിൽ 30 ആണല്ലോ, ഒ സി ബി എന്ന ആംഗിൾ 30 ആണ്. അപ്പോൾ ഒ ബി സിയും 30 തന്നെ ആയിരിക്കും. ഉണ്ടോ? ഇപ്പോൾ 30 വന്നപ്പോൾ ഇവിടെയും 30 തന്നെയാണ്. നമുക്ക് എഴുതി വെക്കാം, ഇത് ഒ സി ബി എന്ന ആംഗിൾ 30 ആണ്, അപ്പോൾ ഒ ബി സിയും 30 തന്നെ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. നോക്കൂ, ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ നമുക്കറിയില്ല. നമുക്ക് ആകെ ടോട്ടൽ 50 ആണെന്ന് അറിയാം, ഈ ഒരു ഭാഗം 30 ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ഈ ഭാഗം എത്ര എന്നറിയില്ല. നമുക്കറിയാം ടോട്ടൽ 50യിൽ നിന്നും ഈ 30 മൈനസ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ഈ ബ്ലൂ ട്രയാങ്കിളിലെ ഈ ആംഗിൾ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് പറയാം ഈ ട്രയാങ്കിളും ഒരു ഐസോസെലസ് സമപാർശ്വ ത്രികോണമാണ്. കാരണം ഈ സൈഡും ഒ ബി എന്ന സൈഡും ഒ എ എന്ന സൈഡും ഈക്വൽ ആണ്. ഇവിടുത്തെ പറഞ്ഞ പോലെ തന്നെ അത് ആരങ്ങളാണ്, റേഡിയൈ ആണ്. എങ്കിൽ ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. 15 30 കുറച്ചാൽ മതി. നോക്കൂ, 20 ആണ്. കാരണം 50 മൈനസ് 30 20 ആണ്. എഴുതി വെക്കാം. അപ്പൊ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും 20 തന്നെ, അവിടെയും 20 തന്നെ. എഴുതി വെക്കാം. ആംഗിൾ ഒ എ സി, ഒ എ സി, ഈ ആംഗിളും 20 തന്നെ. ഇപ്പൊ നോക്കൂ, നമുക്ക് ഇത് എല്ലാ ആംഗിളും കിട്ടി. ഇത് മൊത്തം 50 ആണ്. ഇവിടെ മൊത്തം 60, 20 പ്ലസ് 40 60 വരും. ഇവിടെ മൊത്തം 30 പ്ലസ് 40 70 വരും. നോക്കൂ, അതിന്റെ കാരണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എല്ലാ ആംഗിളും കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി എ ബി സി എന്ന ബിഗ് ട്രയാങ്കിളിലെ ഓരോ ആംഗിളും എടുത്ത് എഴുതാം. നോക്കൂ, ആംഗിൾ എ എന്താ കിട്ടുക? 20 പ്ലസ് 40 അഥവാ 60. ആംഗിൾ ബി 20 പ്ലസ് 30 അഥവാ 50. ആംഗിൾ സിയോ 40 പ്ലസ് 30 70. ഇതുപോലെ ഒ ബി സി എന്ന ഈ ട്രയാങ്കിൾ, ഗ്രീൻ ട്രയാങ്കിൾ എടുക്കാം. അതിൽ ആംഗിൾ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. Therefore angles of triangle OBC are ഒ സി ബി 30. നോക്കൂ, ഇത് 30 ആണല്ലോ, ഇതും 30 തന്നെ വരും. ഒ ബി സി 30 തന്നെ. എങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ബി ഒ സി എന്ന ആംഗിൾ എങ്ങനെ കിട്ടുക? നമുക്കറിയാം ടോട്ടൽ 180 ആണ്. ട്രയാങ്കിൾ 3 ആംഗിളുടെ സമ്മ്. ആ 180 നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കുറയ്ക്കാം. 180 മൈനസ് 30 പ്ലസ് 30, ദിസ് 30 പ്ലസ് ദിസ് 30. Therefore 180 മൈനസ് 60 120. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഐഡിയ ഉപയോഗിച്ച് ആംഗിൾസുകളൊക്കെ കണ്ടുപിടിക്കുക. റൈറ്റ് കൂട്ടുകാരെ, നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ഇതുപോലെ തന്നെ ഇവിടെയും ഒരു സർക്കിൾ ഉണ്ട്, എ ബി സി എന്ന ട്രയാങ്കിൾ ഉണ്ട്, കൂടാതെ ഒ ബി സി എന്ന ട്രയാങ്കിളും ഉണ്ട്. എ ബി സി എന്ന ട്രയാങ്കിളിലെയും ഒ ബി സി എന്ന ട്രയാങ്കിളിലെയും ത്രികോണത്തിലെയും എല്ലാ ആംഗിളുകളും കോണുകളും കണ്ടുപിടിക്കണം. നോക്കൂ, 40 എന്നുള്ളത് ഒരു സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്രകോണം. ഇത് 40 ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ഈ ആംഗിളും ഇത് മാത്രം ഇവിടെ വെച്ച് ബാക്കിയുള്ള നമുക്ക് തൽക്കാലം ഹൈഡ് ചെയ്യാം, മറച്ചു വെക്കാം. അപ്പൊ ഞാൻ 70 ഡിഗ്രി മാറ്റി വെക്കുന്നു. പിന്നെ ഒ ബി എന്നുള്ള ലൈൻ മാറ്റി വെക്കുന്നു. എ സി എന്നുള്ള ലൈനും മാറ്റി വെക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രി എന്നൊരു ആംഗിൾ ഉണ്ട്. ഇത് സെൻട്രലാണ്, സർക്കിൾ സെൻട്രലാണുള്ളത്. എന്നാൽ ഇവിടെ മറ്റൊരു ആംഗിൾ ഉണ്ട്. ഇത് സെൻട്രൽ അല്ല, മറിച്ച് ഈ വലിയ ആർക്കിൽ എ മുതൽ സി വരെയുള്ള ഈ ആർക്കിൽ ഒരു പോയിന്റ് ഇട്ട് അവിടെയാണ് ഈ ആംഗിൾ ഉള്ളത്. അപ്പോൾ ഇത് സെൻട്രൽ ആംഗിൾ ആണ്. ഇത് ആർക്കിലെ ആംഗിൾ ആണ്. ഏത് ആർക്കിലെ? ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ്. അഥവാ ഇത് കേന്ദ്രകോണാണ്. എ ബി സി എന്ന മറുജാപത്തിലെ കോണാണിത്.
ഈ സെൻട്രൽ ആംഗിളും ആൾട്ടർനേറ്റ് ആർക്കിലെ ഈ ആംഗിളും മർജാപത്തിലെ ഈ കോണും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ മെഷർ. ഇത് 40 ആണെങ്കിൽ ഇത് 20 ആയിരിക്കും. നമുക്ക് നോക്കാം. നോക്കൂ, ഇത് 20 ആണ്. പെട്ടെന്ന് ഇത് 40 ആണ്, ഇത് 20 ആണെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് സംശയം വരും? ഞാൻ ഈ ആംഗിളിനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുന്നു. നോക്കൂ, ഈ ആംഗിളിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിളിന്റെ നേർ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ. നോക്കൂ, ഈ ആംഗിൾ തന്നെയാണ് നമ്മൾ ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചത്. ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് 40 ആണെങ്കിൽ നേർ ഹാഫ് ആയിരിക്കും 20. നമുക്ക് ഇതിനേക്കാളും ചെറുതാണ്, ഹാഫാണ്. പക്ഷേ ഈ ആംഗിൾ നമ്മൾ ഇങ്ങനെ ഈ റൈറ്റിലേക്ക് ചെരിച്ച് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ ആവും. ഇത് 40 ആണെങ്കിൽ ഇത് 20 ആണെന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ്? അതിനാണ് ഞാൻ എന്ത് ചെയ്തത്? ഇത് ഇങ്ങനെ മാറ്റി കാണിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ്, ഈ ആംഗിൾ തന്നെയാണ് ഇങ്ങോട്ട് മാറ്റി വെച്ച ആംഗിൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് 40 ആണെങ്കിൽ ഇത് 20 ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ മെഷർ കൊടുക്കാം. അപ്പോൾ ഇത് 20 ആയിരിക്കും. ഇനി അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ 70 നേരത്തെ മാറ്റി വെച്ചല്ലോ, അത് നമുക്ക് കൊണ്ടുവരാം. 40 ഹൈഡ് ചെയ്യാം. 40 നമ്മൾ എടുത്തു. ഇത് 40 ആണെങ്കിൽ ഇവിടെ 20 കിട്ടി. ഇനി നമുക്ക് 70 എടുക്കാം. 40 ഹൈഡ് ചെയ്യാം. അപ്പോൾ ഈ 70 എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ആംഗിൾ കിട്ടും. 70 ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമ്മൾ 40യും ഈ 20 ഒക്കെ ഹൈഡ് ചെയ്യുന്നു. 70യിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. 40 ഹൈഡ് ചെയ്യാം. അതുപോലെ OA ഹൈഡ് ചെയ്യാം. BCയും ഹൈഡ് ചെയ്യാം. അതുപോലെ ഈ 20യും നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ 70യിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇവിടെ 40 ആയപ്പോൾ ഇവിടെ 20 ആണെന്ന് മനസ്സിലായി. ഇനി 70 ആണ് എടുക്കുന്നത്. നോക്കൂ, ഇവിടെ 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? തൊട്ടുമുമ്പ് നമ്മൾ 40യിൽ പറഞ്ഞ അതേ കാര്യം. 40 ആണെങ്കിൽ ഇവിടെ 20 ഹാഫ് ആയിരിക്കും. അതുപോലെ ഇവിടെ 70 ആണെങ്കിൽ ഇത് 35 ആയിരിക്കും. കാരണം നോക്കൂ, കണ്ടോ, ഇത് 70 ആണെങ്കിൽ നേരത്തെ 40യിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ. ഈ ആംഗിൾ ഇങ്ങനെ കണ്ടാൽ നമുക്ക് 70ന്റെ നേർ ഹാഫാണ് 35 എന്ന് കാണാം. പക്ഷേ ചോദ്യത്തിൽ അത് ഇങ്ങനെയാണ് തന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ തന്നാലും ഇങ്ങനെ തന്നാലും ഇനി ഇങ്ങോട്ട് തന്നാലും ഈ താഴെയുള്ള ഈ ആംഗിളിന്റെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആംഗിളിന്റെ മെഷർ എപ്പോഴും ഇതിന്റെ സെൻട്രൽ ആംഗിളുമായിട്ട് ഈ സെൻട്രൽ ആംഗിൾ റിലേറ്റഡ് ആയിരിക്കും. ഇതിന്റെ എപ്പോഴും ഹാഫ് ആയിരിക്കും. ഇവിടെ കണ്ടോ, ഞാൻ മാറ്റുമ്പോൾ മെഷർ മാറുന്നില്ലല്ലോ. 35 തന്നെയാണല്ലേ. ഇങ്ങനെ എങ്ങോട്ട് മാറ്റിയാലും 35 തന്നെയാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 35 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അക്കാര്യം നമുക്കൊന്ന് എഴുതി വെച്ചേക്കാം. നോക്കൂ, ഗിവൺ തന്നിട്ടുണ്ട് ആംഗിൾ AOC 40. ഇത് 40 ആണ്, കാരണം അത് സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്രകോണാണ്. എങ്കിൽ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ, അതിന്റെ പേരെന്താണ്? ABC. അതാണ് ഞാനിവിടെ ഇത് ABC എന്തായിരിക്കും? 40യുടെ ഹാഫ് ആയിരിക്കും. ഹാഫ് ഓഫ് 40 20. അപ്പോൾ ഇത് 20 ആണ്. അതിന് കാരണം ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണിന്റെ പകുതിയാണ്. ഇവിടെ 40 ആണ്, ഇവിടെ 20 വരിക, പകുതിയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഈ 40യുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ എഴുതി വെച്ചു. ഓക്കെ, നമുക്ക് ഈ 70യുമായി ബന്ധപ്പെട്ട കാര്യം ഇതുപോലെ തന്നെ എഴുതി വെക്കാം. ആംഗിൾ BOC, BOC എന്ന ഈ ആംഗിൾ അത് 70 ആണ്. കാരണം സെയിം റീസൺ തന്നെയാണ്, സെൻട്രൽ ആംഗിൾ ആണ്. എങ്കിൽ ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ പേരെന്താണ്? നോക്കൂ, ആംഗിൾ BAC. ഈ ആംഗിൾ എത്രയായിരിക്കും? അത് 35 ആണ്. ഹാഫ് ഓഫ് 70 ആണ്, 35 ആണ്. കാരണം സെയിം റീസൺ തന്നെയാണ്. ഇനി ABC എന്ന ട്രയാങ്കിൾ നോക്കൂ. ABC ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ നമുക്കറിയാം. ഇത് 35 ആണ്, ഇത് 20 ആണ്. എങ്കിൽ ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 മൈനസ് 35 പ്ലസ് 20. 35 പ്ലസ് 20 is equal to 180 degree minus 55 degree is equal to 125. C is equal to 125. അപ്പോൾ 125 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ട്രയാങ്കിൾ ABCയിലെ എല്ലാ ആംഗിളുമായി ഇത് 35 ആണ്, ഇത് 20 ആണ്. ഇത് നമുക്കിപ്പോൾ 125 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അക്കാര്യം നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ OBC എന്ന ഈ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, അതിലെ ആംഗിൾസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, OBC എന്ന ഈ ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്? OBC എന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. OB എന്ന സൈഡും OC എന്ന സൈഡും. കാരണം ഇവ രണ്ടും ഈ സർക്കിളിന്റെ ആരങ്ങൾ, റേഡിയസുകളാണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ OBC എന്ന ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നാണ് നമ്മൾ പറയുക. സമപാർശ്വ ത്രികോണം. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ഐസോസിലസ് ട്രയാങ്കിളിലെ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഏതെല്ലാമായിരിക്കും? നോക്കൂ, OB എന്ന സൈഡ് ഈക്വൽ അല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആയുള്ള ഈ ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയ ഇത് മുതൽ ഇതിലുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 180 ആണ്. അതിന് 70 കുറച്ചാൽ 110 കിട്ടും. 110 എന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെയും ഈ ആംഗിളിന്റെയും സമ്മാണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 110 നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് എടുത്ത് 55 എന്ന് വിളിക്കാൻ നോക്കൂ. എന്ത് ബൈ 2 ഇട്ടത്? കാരണം ഈ ആംഗിളും ആണ് നമുക്ക് 180 70 കുറച്ചാൽ കിട്ടുക. പക്ഷെ നമുക്ക് ഓരോന്നും ഈക്വൽ ആയതുകൊണ്ട്, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ഹാഫ് ആയി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ബൈ 2 എഴുതിയത്. നോക്കൂ, 180 minus 70 110, then by this 2 ഫിസിക്കലി 55. അപ്പോൾ നമുക്ക് OBC എന്ത് കിട്ടി? OBC എന്ന ഈ ആംഗിൾ 55. അപ്പോൾ ഇത് എത്രയായിരിക്കും? അതും 55 ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ബട്ട് OBC ഈക്വൽ ടു OCB. ഇപ്പോൾ നമുക്ക് OBC എന്ന ഈ ട്രയാങ്കിളിലെ ഇവിടുത്തെ ആംഗിൾ 70 എന്ന് മനസ്സിലായി, ഈ മൊത്തം ആംഗിൾ 55 ആണെന്ന് മനസ്സിലായി, ഈ ആംഗിളും 55. എല്ലാ ആംഗിളും കിട്ടിയല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.